അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ ഫഇൻ കുന്ന നിസാഅൻ ഫൗക ഇസ്നതൈനി ഫലഹുന്ന സുലുസാ മാ തറക് വഇൻ കാനത് വാഹിദതൻ ഫലഹൻ നിസ്ഫ് വലിഅബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ് മിമ്മാ തറക് ഇൻ കാന ലഹു വലദ് ഫഇൻ ലം യകുൻ ലഹു വലദുൻ വവരിസഹു അബവാഹു ഫലിയുമ്മിഹി അസ്സുലുസ് ഫഇൻ കാന ലഹു ഇഖ്വത്തുൻ ഫലിയുമ്മിഹി അസ്സുദുസ് ബഅദ വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ ആബാഉക്കും വഅബ്നാഉക്കും ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫഅൻ ഫരീളതൻ മിനല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. സൂറത്തുൻ നിസായിലെ 11-ാമത്തെ ആയത്ത് അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്ത്. അതിലെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന ആയത്ത്. നോക്കാം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യൂസിക്കും, അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. വസിയ്യത്ത് എന്ന വാക്ക് മരണസമയത്ത് ഒരാൾ പറഞ്ഞു വെക്കുന്ന തൻ്റെ അഭിലാഷങ്ങൾ, തനിക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യണമെന്ന് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്നർത്ഥത്തിന് വസിയ്യത്ത് എന്ന അർത്ഥത്തിൽ വസിയ്യത്ത് പറയാറുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ ഖുതുബ പറയുമ്പോൾ ഖതീബ് ഊസിക്കും വയ്യായ ബിത്തഖ്വല്ലാഹ് എന്ന് ഒരു വസിയ്യത്തിനെ പറ്റി പറയാറുണ്ട്. വെള്ളിയാഴ്ച പറയുന്ന വസിയ്യത്ത് ഉപദേശിക്കുന്നു എന്നാണ്. ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗൗരവതരമായി, ശക്തമായി ഞാൻ ഉപദേശിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നതും ആ അർത്ഥത്തിലാണ്. യൂസിക്കും, നിങ്ങളോട് ബലമായി ഉപദേശിക്കുന്നു, ബലമായി നിർദ്ദേശിക്കുന്നു അള്ളാഹു. ഫീ ഔലാദിക്കും, ഫീ എന്ന വാക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കാര്യത്തിൽ, വിഷയത്തിൽ എന്ന അർത്ഥത്തിന്. ഫീ ഔലാദിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. വലത് ഔലാദ് എന്ന വാക്ക് കഴിഞ്ഞ ക്ലാസ്സിലോ അതിന് മുമ്പത്തെ ക്ലാസ്സിലോ പറഞ്ഞിട്ടുണ്ട്. സന്താനം എന്നേ വാക്കിന് അർത്ഥമുള്ളൂ. ആൺകുട്ടി എന്ന് പ്രത്യേകം ആ വാക്കിന് അർത്ഥമല്ല. മകനെ പറ്റിയും മകളെ പറ്റിയും പറയാവുന്ന ഒരു വാക്കാണ് ഇതെൻ്റെ വലതാണ്. നമ്മളെ മലയാളികളുടെ ഇടയിൽ പലതും ആൺകുട്ടി എന്നെങ്ങാണ്ട് പ്രചരിച്ച മാതിരി തോന്നുന്നുണ്ട്. വലത് സന്താനം എന്നേ അർത്ഥമുള്ളൂ, ആണായാലും പെണ്ണായാലും. അപ്പോൾ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു. എന്താണ് വസിയ്യത്ത്? താഴെ പറയുന്നതിന് മനസ്സിലാകുന്നുണ്ട്. അനന്തരമായി ലഭിക്കുന്ന ധനത്തിൻ്റെ കാര്യത്തിലുള്ള നിർദ്ദേശമാണ് പറയുന്നത്. ലിദക്കരി, ആണിന് അഥവാ മകന്, മിസ്ലു പോലത്തതാണ്, ഹല്ല് ഓഹരിയുടെ, അൽ ഉൻസയൈനി രണ്ട് പെൺകുട്ടികളുടെ ഓഹരിക്ക് തുല്യമായതാണ്. ഹല്ല് എന്ന വാക്കും നമ്മൾ മലയാളികൾ അറബിയിലുള്ളത് തന്നെയാണ്. ഭാഗ്യം എന്നൊരർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. ആ വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഹല്ല് എന്ന വാക്കിന് ഓഹരി വിഹിതം എന്നൊരർത്ഥമുണ്ട്. നസീബ് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഇവിടെയും ഹല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഹരിയാണ്. മിസ്ല ഹല്ലിൽ ഉൻസയൈനി, രണ്ട് പെൺകുട്ടികളുടെ ഓഹരി പോലത്തതാണ്, അല്ലെങ്കിൽ ഓഹരിക്ക് തുല്യമായതാണ് ഒരാൺകുട്ടിയുടെ വിഹിതം. അതോടുകൂടി ആൺകുട്ടികളുടെ വിഹിതത്തെ പറ്റിയുള്ള ചർച്ച അല്ലെങ്കിൽ നിർദ്ദേശം അവസാനിച്ചു.
ഇനി ഫൈൻകുന്ന നിസാൻ, ആ കുട്ടികള് സന്താനങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളാണെങ്കിൽ അഥവാ പെൺകുട്ടികളാണെങ്കിൽ, എങ്ങനെ പെൺകുട്ടികൾ? ഫോക്കസ്നത്തേനി, രണ്ടിൽ കൂടുതലുള്ള പെൺകുട്ടികളാണെങ്കിൽ, അപ്പോ ഒരു മയ്യത്തിന്റെ അനന്തരാവകാശികളായി വരുന്നത് രണ്ടോ രണ്ടിലധികമോ പെൺകുട്ടികളാണെങ്കിൽ ഫലഹുന്ന, ആ പെൺകുട്ടികൾക്കാകെയുള്ളത് സുലുസാ മാതറക്, ആ മയ്യത്തിട്ടേച്ചു പോകുന്ന ധനത്തിന്റെ 2/3 ഭാഗമാണ്. സുലുസ് എന്ന് പറഞ്ഞാൽ 1/3 സുലുസ്. റുബ് എന്ന് പറഞ്ഞാൽ 1/4. അർബ 4. അതിനെ റുബ് എന്ന ഈ സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ 1/4 എന്ന അർത്ഥത്തിലേക്ക് വരും. എല്ലാം അങ്ങനെ തന്നെ. ഹംസത്ത് 5, ഹോമോസ് എന്ന് പറയുമ്പോൾ 1/5 എന്നാവും. അപ്പോ സുലുസിനാണ് 1/3 എന്ന അർത്ഥം കിട്ടുന്നത്. സുലുസാനി എന്നാണ് ഈ വാക്ക്. സുലുസ എന്ന് പറഞ്ഞാൽ സുലുസാനി എന്നാ. സുലുസാനി എന്ന് പറയുമ്പോൾ 2/3 പിന്നെന്താ നീ എന്ന് പറയാത്തതെന്ന് ചോദിച്ചാൽ അത് അറബി ഭാഷയിലെ നിയമപ്രകാരം ആ ചില സന്ദർഭങ്ങളിൽ നൂൻ കളയപ്പെടേണ്ടതുണ്ട്. ഇന്റെ ഉടെ എന്നൊക്കെ അർത്ഥം വരുന്നിടത്ത് നൂന് കാണൂല. ഇത് മുഹമ്മദിന്റെ കുട്ടിയാണ് എന്ന് പറയാൻ ഹാദ വലതു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി. ഇത് മുഹമ്മദിന്റെ 2 കുട്ടികളാണെന്ന് പറയുന്നിടത്ത് ഹാദാനി വലദാ മുഹമ്മദിൻ എന്നാ പറയാ. വലദാനി മുഹമ്മദ് എന്ന് പറയില്ല, വലദാ മുഹമ്മദിൻ. ഇന്റെ ഉടെ മുഹമ്മദിന്റെ ആ അർത്ഥം കിട്ടാൻ വേണ്ടി വരുന്നിടത്താണ് അങ്ങനെ നൂൻ കളയപ്പെടുക. ഖുർആനിൽ മാത്രമല്ല, അറബി ഭാഷയുടെ നിയമമാണ്. അപ്പോ സുലുസു എന്ന് പറഞ്ഞാൽ 1/3. സുലുസ എന്ന് പറയുമ്പോൾ ശരിക്കത് സുലുസാനി എന്നാണ് ആ വാക്ക്. ആ നൂൻ അവിടെ ഭാഷാ നിയമപ്രകാരം കളയപ്പെട്ടതാണ് 2/3 എന്നർത്ഥം. അപ്പോ ഒരാൾക്ക് 2 2-ൽ കൂടുതലോ പെൺകുട്ടികൾ മാത്രമാണുള്ളതെങ്കിൽ പിന്നെ അവർക്ക് ഉപേക്ഷിച്ചു പോയ ധനത്തിന്റെ 2/3 ഭാഗമാണ് അവകാശമുള്ളത്. പൈൻകാനത്ത് വാഹിദത്തൻ, ഇനി ആ പെണ്ണ് എന്ന് പറയുന്നത് ഒരുത്തി മാത്രമാണെങ്കിൽ, അഥവാ ഒരു മകൾ മാത്രമാണ് അയാൾക്കുള്ളതെങ്കിൽ ഫലഹൻ നെസ്ഫു, അവൾക്കുള്ളത് വിഹിതം പകുതിയാണ്. ഒരാളുടെ സഹായം കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്ര വ്യക്തമായ ആയത്തുകളാണിത്. എന്താ ആദ്യം പറഞ്ഞത്? ഒരു ആൺകുട്ടിക്ക് 2 പെൺകുട്ടികൾക്ക് തുല്യമായ ഓഹരി കൊടുക്കണം എന്നാ പറഞ്ഞത്. അതെപ്പോഴാ? ഒരു മയ്യത്തിന് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ, മയ്യത്ത് ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി, അഥവാ മരിച്ചത് ബാപ്പയായിരുന്നാലും ശരി ഉമ്മയായിരുന്നാലും ശരി, ഒരേ നിയമമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ബാപ്പാന്റെ സ്വത്തിന് ഇത് ബാധകളുള്ളൂ, ഉമ്മാന്റെ സ്വത്തിന് ഇത് ബാധകമില്ല എന്നുള്ളത് ശൈത്താൻ ഉസ്താദ് പ്രചരിപ്പിച്ചൊരു വാക്കാണ്. പിന്നെ ശൈത്താൻ ഉസ്താദിന് ശിഷ്യന്മാർ ധാരാളം പല ഭാഗത്തുള്ളതുകൊണ്ട് ഓരതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ക്ലാസ്സുകളിലും മറ്റുമൊക്കെ ആയിട്ട്. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞത് മരിക്കുന്ന വ്യക്തി ആണായിരുന്നാലും ശരി മരിച്ചത് പെണ്ണായിരുന്നാലും ശരി ഒരേ വിധത്തിലാണ് ധനത്തിന്റെ അവകാശം പറഞ്ഞിരിക്കുന്നത്. ആണും പെണ്ണുമായി മാറുമ്പോഴുള്ള വ്യത്യാസം ആകെ വരുന്നത്, മരിച്ചത് പെണ്ണാണെങ്കിൽ അവകാശി ഭർത്താവായിരിക്കും, മരിച്ചത് ആണാണെങ്കിൽ അവകാശി ഭാര്യയായിരിക്കും. ബാക്കി കാര്യത്തിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല എന്നർത്ഥം. അപ്പോ ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? ആൺമക്കളുടെയും പെൺമക്കളുടെയും ഓഹരിയാണ് ഈ പറയുന്നത്. ഈ അനന്തരാവകാശ കാര്യത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ
നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ബോധമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താന്ന് വെച്ചാല് അവകാശികൾ എളാപ്പ, മൂത്താപ്പ, എളാപ്പാന്റെ മകൻ, മൂത്താപ്പാന്റെ മകൻ, പിന്നെ സഹോദരങ്ങൾ, മയ്യത്തിന്റെ സഹോദരങ്ങൾ, സഹോദരികൾ, അങ്ങനെ പലരുമുണ്ട്. കുറേ ഇല്ലെങ്കിലും പലരുമുണ്ട്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും അനന്തരാവകാശം കിട്ടൂല. എന്നുവെച്ചാല് ഒരു മയ്യത്തിന്റെ സഹോദരനോ സഹോദരിക്കോ ധനം കിട്ടണമെങ്കിൽ മയ്യത്തിന് ആമക്കൾ ഉണ്ടാവരുത്. മയ്യത്തിന് ഒരു മകനെങ്കിലും ഉണ്ടെങ്കിൽ ധനം മയ്യത്തിന്റെ സഹോദരന്മാരിലേക്ക് നീങ്ങുകയേയില്ല. അപ്പൊ അതിൻ്റെ ആഴങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് പോകും മുമ്പ് പഠിക്കാൻ എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞു തരാം. ഒരു മയ്യത്തിന്റെ വാപ്പ, ഒരു മയ്യത്തിന്റെ ഉമ്മ, ഒരു മയ്യത്തിന്റെ മകൻ, ഒരു മയ്യത്തിന്റെ മകൾ, മയ്യത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇവർക്ക് ഏത് സാഹചര്യത്തിലും അനന്തരാവകാശം കിട്ടുക തന്നെ ചെയ്യും. ആരൊക്കെ? ഇന്ന ആള് ജീവിച്ചിരുന്നത് കൊണ്ട് മയ്യത്തിന്റെ വാപ്പാക്ക് ധനം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്ന ആള് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മയ്യത്തിന്റെ ഉമ്മാക്ക് അവകാശം കിട്ടിയില്ല, ഇന്നവരൊക്കെ ഉള്ളത് കൊണ്ട് മയ്യത്തിന്റെ മകന് ധനം കിട്ടിയില്ല, അല്ലെങ്കിൽ മകൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടിയില്ല, ഭർത്താവിന് കിട്ടിയില്ല. അങ്ങനെ ഒരു നിയമമല്ല, അങ്ങനെ ഒരു വിധിയില്ല. മയ്യത്തിന്റെ ഇവിടെ നമ്മൾ വളരെ സാവകാശത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. നമ്മൾ സാധാരണ ഒരാൾ മരിച്ചാൽ എളാപ്പ, മൂത്താപ്പ, കാക്ക, അമ്മാവ് ഇങ്ങനെയൊക്കെ പറയല് നമ്മളും അയാളും തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ടാണ്. അങ്ങനെയല്ല സംസാരിക്കുക. ഈ മയ്യത്തുമായി ഈ പറയുന്ന ആൾക്ക് എന്ത് ബന്ധം എന്നാണ് നോക്കേണ്ടത്. അപ്പം എന്നോടൊക്കെ തന്നെ അനന്തരാവകാശത്തെ പറ്റിയൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. എളാപ്പുണ്ട്, മൂത്താപ്പുണ്ട്, അതുണ്ട്, ഇതുണ്ട് ഇവർക്കൊക്കെ. ഇപ്പൊ ഈ എളാപ്പയും മൂത്താപ്പയും ആരാ? ഈ മയ്യത്തിന്റെ ആരെങ്കിലും അല്ല. മയ്യത്തിന്റെ എളാപ്പയും മൂത്താപ്പയും ഒന്നുമില്ല, ഈ പറയുന്നവന്റെ എളാപ്പയും പറഞ്ഞേ. അങ്ങനെയല്ല. ഈ മയ്യത്തും മരിച്ച വ്യക്തിയും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ്, അതാണ് നോക്കേണ്ടത്. മരിച്ച വ്യക്തി സമം, ഇനി ഞാൻ ആവർത്തിക്കൂല, ആണായാലും പെണ്ണായാലും ശരി, ആ മരിച്ച വ്യക്തിയുടെ വാപ്പ ഏത് സാഹചര്യത്തിലും അയാൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. മരിച്ച വ്യക്തിയുടെ ഉമ്മ ഏതവസ്ഥയിലും ആ ഉമ്മാക്ക് അനന്തരാവകാശം കിട്ടണം. ആർക്കും ഇത് തടയാൻ പറ്റില്ല. മരിച്ച വ്യക്തിയുടെ മകൻ, ഒരു കാരണവശാലും ആ മകന്റെ അനന്തരാവകാശം തടയാൻ പറ്റില്ല, ആർക്കും തടയാൻ പറ്റില്ല. മരിച്ച വ്യക്തിയുടെ മകൾ, അവൾക്ക് ഈ മരിച്ച വ്യക്തിയിലുള്ള ധനത്തിന്റെ അവകാശം ഒരിക്കലും തടയപ്പെടുകയില്ല. മരിച്ച വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഒരാളെ ഉണ്ടാവുള്ളൂ, അവർക്ക് കിട്ടേണ്ടത്, രണ്ടാളൊരാൾക്ക് കിട്ടേണ്ടത്, അതും തടയപ്പെടുകയില്ല. എന്നാൽ മരിച്ച മയ്യത്തിന്റെ മകന്റെ മകൻ, മരിച്ച മയ്യത്തിന്റെ ഉപ്പാന്റെ ഉപ്പ, മരിച്ച മയ്യത്തിന്റെ സഹോദരങ്ങൾ, സഹോദരികൾ, സഹോദരന്മാരുടെ മക്കൾ, ഈ പറയുന്നവരൊക്കെ അവകാശികളുടെ പട്ടികയിലുണ്ട്. പക്ഷെ അവർക്കൊക്കെ ധനം കിട്ടണമെങ്കിൽ മറ്റു പലരും ഇല്ലാതിരിക്കണം. എങ്കിൽ ആ ധനം ഇവരിലേക്ക് നീങ്ങും. അതെപ്പോഴെന്നുള്ളത് എല്ലാം കൂടി ഇതായി പറയാൻ കഴിയുമല്ലോ. അപ്പൊ ഇത് മനസ്സിലാക്കി കയ്യിലുണ്ടാവുക. എന്ത് ബന്ധങ്ങൾ പറയേണ്ടത് ഈ മരിച്ച വ്യക്തിയും ഇയാളും തമ്മിലുള്ള ബന്ധമാണ് അവകാശത്തിന് അർഹത ഉണ്ടാക്കുന്നത്. വാപ്പാക്കാണെങ്കിൽ അർഹത ഉണ്ടാവും നിർബന്ധമായും. എന്താ സ്ഥലത്ത് പിന്നെയും പറയുന്നതെന്ന് വെച്ചാൽ ഇതങ്ങോട്ട് എത്തൂല. നമ്മൾ ഈ അനന്തരാവകാശം പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ടാകുന്നൊരു ജാതികളെ കളിയാക്കുകയല്ല, പൊതുവെ മനുഷ്യനുണ്ടാകുന്നൊരവസ്ഥ, അപ്പൊ എൻ്റെ വാപ്പ മരിച്ചാൽ എനിക്കെന്ത് കിട്ടും, എൻ്റെ അമ്മ മരിച്ചാൽ എനിക്കെന്ത് കിട്ടും എന്നാണ് പലപ്പോഴും ചിന്തിക്കാം. എന്നിട്ടൊരു ബോധോദയം വരെ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ചോദിക്കുക, അപ്പൊ ഉസ്താദ് എന്നും പറഞ്ഞിട്ട് അതുവരെ പറഞ്ഞു ഓൻ കേട്ടിയില്ല. അത് വിടി, അത് എൻ്റെ വിധിയാകുമ്പോൾ നടക്കട്ടെ. ഇപ്പൊ നമ്മൾ ഈ ഇസ്ലാം നിശ്ചയിച്ച ആ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ദീൻ അത് പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ നീതി ഒരു കാലത്തേക്കല്ല, ഒരു നാട്ടിലേക്കല്ല, അല്പധനമുള്ളവൻ്റെതല്ല, കോടീശ്വരൻ്റെതടക്കമുള്ള എല്ലാറ്റിനും ബാധകമായ ഒരു ഒരു ദായക്രമം അനന്തരാവകാശ നിയമമാണുള്ളത്.
അപ്പൊ അതില് നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഖുർആൻ ആ വിഷയത്തെ പറ്റി എന്തൊക്കെ പറഞ്ഞുവോ അത് അതിന്റെ അടിസ്ഥാന ഘടകങ്ങളായി കണക്കാക്കാം. ഖുർആൻ പറഞ്ഞു തന്നതാണ്. ഇതിന് ചില വിശദീകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ വഹയി പ്രകാരമേ പറയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതിന്റെ കൂടെ പിന്നീട് വായിച്ച് പഠിക്കുകയും മറ്റും ചെയ്യുക. ഇപ്പോൾ സൂറത്തു നിസാ ആണ് നമ്മൾ പഠിക്കുന്നത്. അനന്തരാവകാശ നിയമം എന്ന് വേറിട്ട് പഠിക്കുകയല്ല. അപ്പൊ ആ ആയത്ത് പഠിക്കുന്നിടത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഖുർആൻ അനന്തരാവകാശ നിയമം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് പുരുഷന്മാർക്കും അവകാശമുണ്ട് ഉപേക്ഷിക്കപ്പെട്ട ധനത്തിൽ, ഉപേക്ഷിക്കാൻ തന്നെ മയ്യത്ത് ഉപേക്ഷിച്ചു പോയ ധനത്തിൽ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. ആ സ്ത്രീ ഭാര്യയാവാം, ഉമ്മയാവാം, മകളാവാം, അവകാശമുണ്ട് പുരുഷനെ പോലെ തന്നെ എന്ന്. പുരുഷനെ പോലെ എന്ന് പറഞ്ഞാൽ അവകാശം ഉണ്ട് എന്ന കാര്യത്തിൽ തുല്യരാണ്. അവകാശത്തിന്റെ തോതിൽ വ്യത്യാസം ഉണ്ടാവാം. പിന്നെ പറഞ്ഞത് ഈ അനന്തരാവകാശമൊക്കെ ഓഹരി വെക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഭാഗ്യമൊന്നും ഇല്ലാതെ പോയ പാവങ്ങളും കുടുംബക്കാരും ഒക്കെ ആയ ആളുകൾ, കാഴ്ചക്കാരോ മറ്റോ ആയി വന്നാൽ മുഷിപ്പ് തോന്നേണ്ടതില്ല. അവർക്ക് ആ വിനത്തിൽപ്പെട്ടവ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. എന്തെങ്കിലും കൊടുക്കേണ്ടതാണ്. ഭൂമിയാവാം, സംതൃപ്തമാക്കുന്ന എന്തെങ്കിലും പാരിതോഷികങ്ങളാവാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ധനം ഓഹരി വെക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ കുട്ടികൾ മൈനർമാരായ അനാഥ കുട്ടികളായിരിക്കാം. തങ്ങളുടെ മതപരമായ അവകാശം, മരിച്ചുപോയ ഞങ്ങളെ വാപ്പാന്റെയും ഇമ്മാന്റെയും സ്വത്തില് ഞങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് എന്ന് തിരിച്ചറിയാൻ മാത്രം പ്രായമാവാത്ത കുട്ടികളായിരിക്കും. അപ്പൊ അനീതി കാണിക്കാൻ വളരെ സാധ്യത ഉണ്ട് അവിടെ. എനിക്ക് ഇത്ര ഉണ്ടടാ, ഇത്ര 1000 ഉണ്ട് എനിക്ക് എന്ന് 2 വയസ്സായ ഒരു കുട്ടിയോട് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ഒരു 5 വയസ്സായ കുട്ടിയോട് പറഞ്ഞാൽ അവന് മനസ്സിലാവും, അല്ലാ എനിക്ക് ഇത്ര ഉണ്ടില്ലേ. ശരിക്കും അവൻ അവകാശപ്പെട്ടതിലെ പൂർണ്ണത കൊടുക്കാതെ, പൂർണ്ണമായി കൊടുക്കാതെ കുട്ടിയെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന വിധത്തിലൊരു തുക പറഞ്ഞ് കുട്ടിയെ പറ്റിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇത് പറഞ്ഞത്. അനന്തരാവകാശ സ്വത്തിന്റെ വിഷയത്തിലാവട്ടെ, എല്ലാം കൂടി ഒരുമിച്ചാ പറഞ്ഞത്. ഇവിടെ ഇത് പറയേണ്ട കാര്യം, അനന്തരാവകാശ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് കുട്ടികൾ മൈനർമാരാവുമ്പോഴേ, അതായത് പണത്തിൻ്റെയും ഒന്നും വില അറിയില്ല, അവർക്ക് എന്ത് അവകാശമുണ്ട് മരിച്ചുപോയ തൻ്റെ ഉപ്പയുടെ ധനത്തിൽ, ഉമ്മയുടെ ധനത്തിൽ എന്ന് പഠിച്ചിട്ടില്ലാത്ത കുട്ടികളെ പറ്റിക്കരുത്. പറ്റിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനെ അന്യായമായ ആരെങ്കിലും അനുഭവിച്ചാൽ ഓർത്തോളണം, അത് നരകത്തിലെ തീയാണ് എന്ന് പറയുമ്പോൾ ദുനിയാവിൽ സുഭിക്ഷമായി അതുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ ആ കാര്യത്തിൽ വേണ്ടയില്ല. പലയിടത്തും അല്ലാഹു ഈ തരത്തിലുള്ള താക്കീതുകൾ നൽകിയിട്ടുണ്ട്, ഇത്തരം വഞ്ചനകൾക്കും അക്രമങ്ങൾക്കുമായി. അതാണ് പിന്നെ പറഞ്ഞത്. പിന്നെ ഖുർആൻ അനന്തരാവകാശത്തെ പറ്റി ക്രിയാത്മകമായി ഗൗരവതരമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് ആൺമക്കളുടെ അവകാശമാണ്, പിന്നെ പറഞ്ഞത് പെൺമക്കളുടെ അവകാശമാണ്, പിന്നെ പറഞ്ഞത് ഉപ്പയുടെ അവകാശമാണ്, പിന്നെ പറഞ്ഞത് ഉമ്മയുടെ അവകാശമാണ്. അടുത്ത ആയത്തിൽ പറയുന്നത് ഭാര്യയുടേതും ഭർത്താവിൻ്റെതുമാണ്, 12ാമത്തെ ആയത്തിൽ. ഈ ക്രമത്തിലാണ് പറഞ്ഞത്. അപ്പോ മകന്റെ അവകാശം, മകൻ തനിച്ചായാൽ എന്ത് കൊടുക്കണം, അത് ആയത്ത് പറഞ്ഞില്ല. അത് ആയത്തുകളുടെ പൂർണ്ണമായ എടുത്ത് വെച്ച് കിട്ടിയാൽ കിട്ടുന്ന ആശയം എന്താണെന്ന് പറഞ്ഞാൽ, അവകാശികളെ 2 തരമായി ദീൻ തരംതിരിച്ചിട്ടുണ്ട്, ഖുർആനും ഹദീസും. ഒന്ന്, കൃത്യമായ ഓഹരി മാത്രം കിട്ടുന്ന ആളുകൾ, കൃത്യമായ ഒരു വിഹിതം മാത്രം കിട്ടുന്നവർ. അത് അഹ്ലുൽ ഫുറൂൽ എന്നാണ് പറയുക, ഫർലിന്റെ ആളുകൾ. ഇപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ ആ 1/4 മാത്രമേ കിട്ടൂ. 1/8 എന്ന് പറഞ്ഞാൽ 1/8 മാത്രമേ കിട്ടൂ. അങ്ങനെ കുറേ ആളുകളുണ്ട്. വേറൊരു കൂട്ടരുണ്ട് അവകാശികളെ കൂട്ടത്തിൽ, അവരെ അസബ എന്നാ പറയാം. അസബ എന്ന് പറഞ്ഞാൽ നിശ്ചിത ഓഹരിയല്ല, ഒരു നിശ്ചിത ഇത്ര ഒരു ഓഹരി പറഞ്ഞിട്ടില്ല. പിന്നെയോ ഈ നിശ്ചിത ഓഹരിക്കാരായവർക്ക് കൊടുത്ത് മിച്ചം വരുന്നത് മുഴുവൻ കിട്ടുന്നവരാ. ഉദാഹരണത്തിന്, ഒരാൾ മരിച്ചു, അയാൾക്ക് മക്കളുണ്ട്, ഒരാൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കുറെ ആൺകുട്ടികൾ, കുറെ പെൺകുട്ടികൾ. സംശയങ്ങൾ ഞാൻ തീർത്തു തരാം, ഞാനത് എഴുതി വെക്കാനേ പറ്റുള്ളൂ, ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോയാൽ നീണ്ടു പോകില്ലേ. അപ്പോൾ അങ്ങനെ
ഒരാൺകുട്ടി അല്ലെങ്കിൽ ഒന്നിലധികം ആൺകുട്ടികൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒന്നിലധികം പെൺകുട്ടികൾ, അല്ലെങ്കിൽ കുറെ ആൺകുട്ടികളും കുറെ പെൺകുട്ടികളും, ഇങ്ങനെയൊക്കെ വരാമല്ലോ. അപ്പൊ ആ വരുന്ന സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഒരു മയ്യത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്, മക്കളുണ്ട്, പിന്നെ മയ്യത്തിന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട്, മയ്യത്തിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, മയ്യത്തിന്റെ ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കുമുള്ളത് നിശ്ചിത ഓഹരിയാണ്. അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്നല്ല, കണക്കിൽ ആദ്യം അത് എടുക്കുക. 1/4 അല്ലെങ്കിൽ 1/8 അവർക്കുള്ളത്. പിന്നെ മക്കളുള്ള സ്ഥിതിക്ക് മയ്യത്തിന്റെ വാപ്പാക്ക് കിട്ടുന്നത് 1/6, മയ്യത്തിന്റെ ഉമ്മാക്ക് കിട്ടുന്നത് 1/6. അപ്പൊ ഉമ്മാൻ്റെതും ഉപ്പാൻ്റെതും 1/6. ഇനി വേറെ ആരുമില്ല, മകൻ ഉള്ള സ്ഥിതിക്ക്, ആൺമക്കൾ ഉള്ള സ്ഥിതിക്ക്, ഒരു മകനോ ആൺമക്കളോ ഉള്ളത് സ്ഥിതിക്ക് ഈ ധനം പിന്നെ വേറെ എവിടെയും പോകില്ല. മയ്യത്തിന്റെ വാപ്പാക്ക് പോകും, മയ്യത്തിന്റെ ഉമ്മാക്ക് പോകും, മയ്യത്തിന്റെ ഭാര്യക്കോ ഭർത്താവിനോ പോകും. ഇവരാണ് ഇപ്പൊ നിശ്ചിത ഓഹരിന്റെ ആൾക്കാർ ഇവിടെ. വാപ്പാന്റെ നിശ്ചിത ഓഹരി 1/6, ഉമ്മാന്റെ നിശ്ചിത ഓഹരി 1/6, ഭാര്യക്കും ഭർത്താവിനും കിട്ടേണ്ട 1/4 അല്ലെങ്കിൽ 1/8 അതും കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന തുക ഒന്നായിട്ട് മക്കൾക്കുള്ളതാണ്. നിശ്ചിത ഓഹരിയല്ല, നിശ്ചിത ഓഹരിക്കാരുടേത് കഴിഞ്ഞുള്ളത് മുഴുവൻ മക്കൾക്കുള്ളതാണ്. ഒരു മകൻ മാത്രമാണുള്ളതെന്ന് വെക്കുക, എന്നാൽ ആ ധനം മുഴുവൻ ആ മകനുള്ളതാണ്. എങ്ങനെ? പറയുന്നിടത്ത് പാതി കേൾക്കരുത്. മയ്യത്തിന്റെ വാപ്പയുണ്ടെങ്കിൽ മയ്യത്തിന്റെ വാപ്പാക്ക് 1/6 കൊടുത്ത്, ഭർത്താവോ ഉണ്ടെങ്കിൽ 1/4 1/8 അവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ധനമുണ്ടല്ലോ, ഇത് ഈ ആമക്കൾ തുല്യമായി ഭാഗിച്ചെടുക്കും. ഒരു മകനാണെങ്കിൽ ആ ധനം മുഴുവൻ അവന്. ഒരു മകനല്ല, ഒന്നിലത് 2 പേരോ 5 പേരോ 10 പേരോ ഉണ്ടെങ്കിൽ ഈ 3 പേർക്ക്, അതായത് മയ്യത്തിന്റെ വാപ്പ, മയ്യത്തിന്റെ ഉമ്മ, മയ്യത്തിന്റെ പിന്നെ ഭാര്യയോ ഭർത്താവോ, അവർക്ക് കൊടുത്തിട്ട് ബാക്കി വരുന്ന ധനം ഒന്നായിട്ട് ഈ മക്കൾ ഓഹരി വെച്ചെടുക്കും, മാമക്കൾ ഓഹരി വെച്ചെടുക്കും. ഇനി ഒരു മയ്യത്തിന് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. ആമക്കളും ഉണ്ട് പെമ്മക്കളും ഉണ്ട്. അപ്പോഴും സക്കാത്ത് കൊടുക്കുന്ന, അനന്തരാവകാശം കൊടുക്കുന്ന രീതി ഇതാണ്: മയ്യത്തിന്റെ ബാപ്പാക്ക് 1/6 നീക്കി വെക്കണം, മയ്യത്തിന്റെ ഉമ്മാക്ക് 1/6 നീക്കി വെക്കണം, മയ്യത്തിന്റെ ഭാര്യക്കോ ഭർത്താവിനോ 1/4 1/8 എടുത്ത 2 പെൺകുട്ടികളുടെ ഓഹരിക്ക് കിട്ടുന്നതിന് തുല്യമായി ഭാഗിക്കണം. അതാണ് ആദ്യം പറഞ്ഞത്, ലിസ്സക്കരി മിസ്ലു ഹല്ലിൽ ഉൻസൈനി. ഒരാൺകുട്ടിക്ക് അഥവാ മകന് 2 പെൺകുട്ടികൾക്ക് കിട്ടുന്ന, പെൺമക്കൾക്ക് കിട്ടുന്ന ഓഹരിക്ക് തുല്യമായത് കൊടുക്കണം എന്ന് പറഞ്ഞത് ഒരു മയ്യത്തിന് ആൺമക്കളും പെൺമക്കളും കൂടി ഉണ്ടാവുമ്പോഴാണ്. അവർക്ക് എല്ലാം കിട്ടുമോ? എല്ലാം കിട്ടൂല, അത് മറക്കരുത്. ഫർലായി കിട്ടേണ്ട, അതായത് നിശ്ചിത ഓഹരിക്കാരനായ ബാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തതിന്റെ ശേഷം, കൊടുക്കാന്നൊക്കെ പറഞ്ഞാല് രജിസ്റ്റർ ഓഫീസിൽ പോയി ഭാഗിച്ചു കൊടുക്കുക എന്ന അർത്ഥത്തിനല്ല, രസീത് കൊടുക്കുക എന്ന അർത്ഥത്തിനല്ല. കണക്ക് കൊണ്ട് ഇവർക്കുള്ളത് 1/4 ഇത്രയാണ്, ഭർത്താവിനുള്ളത്, ഭാര്യക്കുള്ള 1/8 ആണെങ്കിൽ രണ്ടാളൊന്നേ ഉണ്ടാവുള്ളൂ, 1/8 ആകുള്ള ധനം, ടോട്ടൽ എമൗണ്ട് ഇത്ര വാല്യൂ ഉള്ളതാണ്. അപ്പൊ അതില് 1/6 വാപ്പാക്ക് നീക്കി വെക്കണം. അപ്പൊ ഉമ്മ, ഉപ്പ, ഭാര്യ, ഭർത്താവ് എന്നിവർക്ക് വേണ്ടത് നീക്കി വെച്ചാൽ ബാക്കി വരുന്ന ധനം ഇത്ര തുകയാണ്. ആ തുക ഒരു ആൺകുട്ടി മാത്രമാണെങ്കിൽ അവന് മാത്രമായി, കുറെ ആൺകുട്ടികൾ മാത്രമാണെങ്കിൽ ആ മക്കൾക്കിടയിൽ തുല്യമായി. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ എന്താ കണക്കാക്കുക? ഒരാൺകുട്ടി സമം 2 പെൺകുട്ടി എന്ന വിധത്തിൽ കണക്കാക്കി കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ലിസക്കരി മകന് മിസ്ലു ഹല്ലിൽ ഉൻസയൈനി, 2 പെൺകുട്ടികളുടെ ഓഹരിക്ക് തുല്യമായത് കൊടുക്കണം. അത് പഠിക്കുക. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നതിന് അപ്പുറം അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ അങ്ങനെ ഇല്ലെങ്കിലോ ഇങ്ങനെ ഉണ്ടെങ്കിലോ എന്നാ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പോയാൽ ഒരു കാലത്തും ഇതിന്റെ ഒരു തത്വങ്ങളെ തലയിൽ വരൂല.
ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മയ്യത്തിന്റെ വാപ്പാക്ക് കിട്ടേണ്ടത് 1/6 ഉമ്മാക്ക് കിട്ടേണ്ടത് 1/6. ഭർത്താവിന് കിട്ടുന്നത് 1/4. ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടുന്ന 1/8. ഇത് ഫിക്സഡ് ആണ്. ബാക്കി വരുന്നത് അസബയായി ധനം ഒന്നായിട്ട് എടുക്കുന്നു എന്ന അളവിൽ. ഒരു മകനാണെങ്കിൽ അവൻ മാത്രം എടുക്കും. കുറെ ആൺമക്കൾ മാത്രമാണെങ്കിൽ അവർ തുല്യമായി വീതിക്കും. ആൺമക്കളും പെൺമക്കളും കൂടിയാണെങ്കിൽ ഒരു മകൻ സമം 2 പെൺകുട്ടി എന്ന വിധത്തിൽ കണക്കാക്കിയിട്ട് വീതിക്കും. അതാണ് ലിസ്സക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈനി. ഇനി പറയുന്നത് അയാൾക്ക് ആമക്കളില്ല, പെമ്മക്കളാണുള്ളത്. പാപ്പുണ്ടോ, ഉമ്മണ്ടോ, ഭാര്യണ്ടോ, ഭർത്താവുണ്ടോ, അത് ഫിക്സഡ് ആണ്. അതിൽ മാറ്റില്ല. മിച്ചം വരുന്ന ധനത്തെ പറ്റിയാ സംസാരിക്കാനുള്ളത്. അയാൾക്ക് ആമക്കൾ ഇല്ലെന്ന് വെക്കുക. അയാൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. മക്കളായിട്ട് ഒരു മകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ബാക്കി വരുന്ന ധനം മുഴുവൻ അവൾക്ക് കിട്ടില്ല. അവൾ അസബയല്ല എന്ന് പറഞ്ഞാൽ നിശ്ചിത ഓഹരികൾ കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന ധനം ഒന്നായിട്ട് എടുക്കുന്ന വിഭാഗത്തിലല്ല പെണ്ണുള്ളത് സാധാരണഗതിയിൽ. പിന്നെ മകളുടെ ഓഹരി എത്രയാണ്? ആകെയുള്ള സ്വത്തിന്റെ പകുതിയാണ്. അപ്പൊ നമ്മളെ ചോദ്യം വരും, ബാക്കി എന്താക്കും? പറയാം. സാവധാനം കേട്ടോക്കി. ഒരാൾ മരിക്കുന്നു, അയാൾക്കൊരു മകള് മാത്രമാണുള്ളത്. ഓക്കെ, മകളുള്ള സ്ഥിതിക്ക് ബാപ്പാക്ക് 1/6 കിട്ടും. മയ്യത്തിന്റെ ബാപ്പാക്ക്. മയ്യത്തിന്റെ ഉമ്മാക്ക് 1/8 കിട്ടും. 1/6 കിട്ടും. മയ്യത്തിന്റെ ഭർത്താവിന് 1/4 കിട്ടും. മയ്യത്തിന്റെ ഭാര്യയ്ക്ക് 1/8 കിട്ടും. കണ്ടാൽ ഒരാളെ ഉണ്ടാവുള്ളൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. ബാക്കി വരുന്ന ധനം മുഴുവൻ മകൾക്കാണോ? അല്ല, ധനത്തിന്റെ പകുതി മകൾക്ക് കിട്ടും. അപ്പൊ ഒരു മയ്യത്തിന് ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്. മയ്യത്തിന്റെ ഈ കുട്ടിന്റെ അമ്മയോ ബാപ്പയൊക്കെ ആണ്. മയ്യത്തിന് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ഒരു മകളും ഉണ്ടെങ്കിൽ ബാപ്പാക്കാറിലൊന്ന്, ഉമ്മക്കാറിലൊന്ന്, ഭർത്താവാണെങ്കിൽ 4-1, ഭാര്യ ആണെങ്കിൽ 8-1, മകൾക്ക് 1/2. നേരെ മറിച്ച് ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ ധനം മുഴുവൻ അവനാണ്. പെൺകുട്ടിയാവുമ്പോ ഉപ്പാന്റെ ധനത്തിന്റെ പാതിക്ക് മാത്രമാണ് അവൾ അവകാശിയാകുന്നത്. ഇനി നമുക്കുണ്ടായേക്കാവുന്ന വസുവാസുകള്, അതിലെന്ത് നീതി, അതിലെന്ത് അനീതി തുടങ്ങിയ വിഷയങ്ങളല്ലേ, നമുക്ക് സാവധാനം ആലോചിക്കാം. അതിനൊക്കെ സമയമുണ്ടല്ലോ. ആ സംശയങ്ങളും തീർക്കാം. എല്ലായ്പ്പോഴും ആണിന്റെ കുറവാണ് പെണ്ണിന് കിട്ടണെന്നുള്ള അബദ്ധധാരണ ആദ്യമായിട്ട് മാറ്റുക. പല സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാൾ കുറവ് കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. എന്താ ഉസ്താദ് നിങ്ങൾ പറഞ്ഞ? അതേ, എല്ലായ്പ്പോഴും പെൺകുട്ടികളെക്കാൾ ഏറെ ആൺകുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഫറായിദ് നിയമത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഇവിടെ നേരാണ്. ഒരു മകൻ മാത്രമാണെങ്കിൽ നിർബന്ധ അവകാശം കൊടുക്കേണ്ടവർ അത് കഴിച്ച് ബാക്കി മുഴുവൻ അവന് കിട്ടും. ആ സ്ഥാനത്ത് ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് ഉപ്പയുടെയോ ഉമ്മയുടെയോ ധനത്തിന്റെ പകുതി മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ഒരു മകളല്ല, രണ്ടിലധികമോ പെൺമക്കളാണുള്ളത് എന്ന് വിചാരിക്കാം. മക്കൾ എന്ന കാറ്റഗറിയിൽ മകൻ ഇല്ല, 2 പെൺമക്കളുണ്ട്, അല്ലെങ്കിൽ 2-ലധികം പെൺമക്കളുണ്ടെങ്കിൽ ഈ ധനത്തിന്റെ 2/3 അവർക്ക് ഭാഗിച്ചു കൊടുക്കും. അപ്പൊ 2 പെൺമക്കളാണെങ്കിൽ ഓരോരുത്തർക്കും 1/3 വീതം കിട്ടും. ഇനി കുറെ പെൺമക്കളുണ്ടെങ്കിൽ ഈ 2/3 അവർക്കിടയിൽ തുല്യമായി ഭാഗിക്കും. അലാസ് മക്കളെ അനന്തരാവകാശ വിശദീകരണം കഴിഞ്ഞു. ഒരാൾ മരണപ്പെടുന്നു, അയാൾക്ക് പിതാവുണ്ട്, അയാൾക്ക് മക്കൾ എന്ന കാറ്റഗറിയിൽ ഒരു മകനോ ഒരു മകളോ ഒന്നിലധികം ആൺമക്കളോ പെൺമക്കളോ ഉണ്ടെങ്കിൽ
അപ്പൊ മാത്രമാണ് ഉമ്മാക്കും ഉപ്പാക്കും ആറിലൊന്നിലേക്ക് എത്തുന്നത്. ഉണ്ടെങ്കിൽ ഉപ്പാക്ക് ആറിലൊന്ന്, ഉമ്മാക്ക് ആറിലൊന്ന്, ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ടതുണ്ട്. കഴിച്ച് ബാക്കി ഒരു മകൻ മാത്രമാണെങ്കിൽ മുഴുവനും ആ മകനെടുക്കും. ആൺമക്കൾ മാത്രമാണെങ്കിൽ മിച്ചമുള്ളത് അവർ തമ്മിൽ തുല്യമായി ഭാഗിച്ചെടുക്കും. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് ആ ധനത്തിന്റെ പകുതി മാത്രം കിട്ടും. രണ്ടിലധികമോ പെൺകുട്ടികളാണെങ്കിൽ ആകെയുള്ള ധനത്തിന്റെ 2/3 ഭാഗം കിട്ടും. അതവർ തുല്യമായി ഭാഗിച്ചെടുക്കണം. ഞായത്ത് വായിച്ചു നോക്കൂ. ഫൈൻകുന്ന നിസാൻ, അത് പെൺകുട്ടികളാണെങ്കിൽ ഫൗക്കസ്നതൈന്, 2ൽ കൂടുതലുള്ള പെൺകുട്ടികളാണെങ്കിൽ ഫലഹുന്ന, അവർക്കുള്ളത് സുലുസാമാ തറക്, ആ മയ്യത്ത് ഉപേക്ഷിച്ചതിന്റെ, തറക്കാന്നെന്ന ഉപേക്ഷിച്ചു പോവാ, ഇട്ടേച്ചു പോയ ധനത്തിന്റെ സുലുസ 2/3 ഭാഗമാണുള്ളത്. വൈൻകാനത്ത് വാഹിദത്തൻ, അവൾ ഒരുത്തി മാത്രമാണെങ്കിൽ അഥവാ ഒരു മകൾ മാത്രമാണുള്ളതെങ്കിൽ ഫലഹ, അവൾക്കുള്ളത് അന്നിസ്ഫു, പകുതിയാണ്. ഇനി ഇതല്ലാത്തൊരു കേസ് കാര്യത്തിൽ മക്കളെ കാര്യത്തിൽ വരാനുണ്ടോ? ഒരു മകൻ മാത്രമാവാം, ഒന്നിലധികം ആൺമക്കൾ മാത്രമാവാം, ഒരു മകൾ മാത്രമാവാം, ഒന്നിലധികം പെൺമക്കൾ മാത്രമാവാം, ആൺമക്കളും പെൺമക്കളും കൂടിയാവാം. ഇതല്ലേ ഉള്ളൂ. മക്കൾ എന്ന കാറ്റഗറിയെ പറ്റി പറയാം. ആ കാറ്റഗറിയിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാവാം? തീരെ മക്കളില്ലാതിരിക്കാം, അത് വേറെ വിഷയം. അവകാശികളായി മക്കൾ എന്ന കാറ്റഗറി വിഭാഗത്തിൽ ആരൊക്കെ വരാം? ഒരു മകൻ മാത്രമാവാം, ഒരു മകൾ മാത്രമാവാം, ഒന്നിലധികം ആൺമക്കൾ ഉണ്ടാവാം, ഒന്നിലധികം പെൺമക്കൾ ഉണ്ടാവാം, ആൺമക്കളും പെൺമക്കളും കൂടി ഉണ്ടാവാം, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി അല്ലെ ഒന്നിലധികം. ഈ 5 ചാൻസുകളാണ്. ആ 5ഉം ഈ ഒരായത്തിന്റെ ആദ്യ ഭാഗത്തോടു കൂടി അള്ളാഹു വിശദീകരിച്ചു. ഇനി ആരതാ പറയാനുള്ളത്? ഇനി പറയാനുള്ളത് മാതാപിതാക്കളുടേതാണ്. വാപ്പയുടെ ധനം, ഉമ്മയുടെ ധനം. ആരുടെ? മയ്യത്തിന്റെ. മയ്യത്ത് മരിച്ചതാണായാലും ശരി പെണ്ണായാലും ശരി, ആ മയ്യത്തിന്റെ മയ്യത്തിന്റെ ഉമ്മയുടെ അവകാശം. വലി അബവൈഹി, ആ മയ്യത്തിന്റെ മാതാപിതാക്കൾക്ക്. അബ് എന്ന് പറഞ്ഞാൽ പിതാവാണ്. അബവാനി എന്ന് പറഞ്ഞാൽ മുസന്നയായി 2 എന്നർത്ഥം വരുന്ന വാക്ക് പറഞ്ഞാൽ 2 തന്ത എന്നർത്ഥം വരൂല. കാരണം അങ്ങനെ സംഭവം ലോകത്തില്ലല്ലോ. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? മാതാപിതാക്കൾ എന്നാണ്. വാലിദൈനി എന്ന് പറയുന്ന അർത്ഥമാണ് അബവാനി എന്ന് പറഞ്ഞാലും. വലിയ അബവൈഹി, അവന്റെ മാതാവിനും പിതാവിനും ലിക്കുല്ലി വാഹിദിൻ മിൻഹുമാ, അവരിൽ ഓരോരുത്തർക്കുമുള്ളത് അസ്സുദുസു, 6/1. മയ്യത്തിന്റെ ബാപ്പാന്റെ ഓഹരി, നിമ്മ തറക്ക, ആ മയ്യത്ത് ഉപേക്ഷിച്ചു പോയ ധനത്തിൽ, തെരിക്കത്ത് എന്നാ പറയുക. ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ധനത്തിലും. അപ്പൊ അടിസ്ഥാനപരമായി ബാപ്പാന്റെ അവകാശം എത്രയെന്ന് ചോദിച്ചാൽ, ബാപ്പ 1/6 ആളാണ്, ഉമ്മയും 1/6 ആളാണ്. പക്ഷേ എപ്പോഴാണത്? ഇൻകാൻഹു വലതുൻ, അയാൾക്ക് ആ മയ്യത്തിന് മക്കളുണ്ടെങ്കിലാണ്. മകനോ മകളോ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ മയ്യത്തിന്റെ വാപ്പാക്ക് 6/1, മയ്യത്തിന്റെ ഉമ്മാക്ക് 6/1. മയ്യത്തിന് വലത് ആൺകുട്ടിയല്ല, കുട്ടി, സന്താനമായിട്ട് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ മയ്യത്തിന്റെ വാപ്പാക്ക് 1/6 കിട്ടുള്ളൂ, മയ്യത്തിന്റെ ഉമ്മാക്കും 1/6 കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, മയ്യത്തിന് ഒരു മകൾ മാത്രമാണുള്ളതെങ്കിൽ മയ്യത്തിന്റെ 1/2 കിട്ടുള്ളൂ. മയ്യത്തിന് ധനത്തിന്റെ 1/2 മകൾക്ക് പോകുന്നു. പിന്നെ മയ്യത്തിന് ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പാക്ക് 1/6 കൊടുക്കും, മയ്യത്തിന് ഉമ്മ ഉണ്ടെങ്കിൽ 1/6 കൊടുക്കും, മയ്യത്തിന് ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവർക്ക് നിശ്ചയിപ്പെട്ട ഓഹരി കൊടുക്കും. എന്നാലും ഇത്തിരി ധനം ബാക്കി വരും. ആ ധനം വീണ്ടും പിതാവിലേക്ക് തന്നെ വന്നു ചേരും. അയാൾ അസബയാണ് എന്നർത്ഥത്തിൽ. വാപ്പാന്റെ റോള്, വാപ്പ കൃത്യമായി ഒരു ഓഹരിയുടെ ആളാണ്. മകനില്ലെങ്കിൽ മകന്റെ സ്ഥാനത്ത്
മിച്ചം വരുന്ന മുഴുവൻ ധനവും വാപ്പാക്ക് ലഭിക്കും. പിതാവ് പിതാവ് ഒരു നിശ്ചിത ഓഹരിയുടെ ആളാണ്. അതേസമയം കൃത്യമായി അവകാശം കൊടുക്കേണ്ടവരുടേത് കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന മുഴുവൻ ധനത്തിൻ്റെയും കൂടി ആളാണ്. അപ്പൊ ഇവിടെ ഇപ്പോ പാപ്പാക്ക് മകനുണ്ട്, ഒരു മകളുണ്ട് എന്ന സ്ഥിതിക്ക്, മയ്യത്തിനൊരു മകളുണ്ട് എന്ന സ്ഥിതിക്ക് പാപ്പാക്ക് 1/6 കിട്ടുക. പക്ഷെ അങ്ങനെ കൊടുത്താലും മയ്യത്തിന്റെ ബാപ്പാക്കുള്ള 1/6 ഉമ്മാക്കുള്ള 1/6 ആ ഭാര്യക്കോ ഭർത്താവിനുള്ളതോ കൊടുത്തു കഴിഞ്ഞാലും ധനം പൂർണ്ണമാവില്ല. അല്പം അവിടെ ബാക്കി വരും. ആ ബാക്കി വരുന്നത് കൂടി ഉപ്പയിലേക്ക് ചേരും. 2 വിധത്തിൽ ഉപ്പാക്ക് അനന്തരാവകാശം കിട്ടുമെന്നർത്ഥം. അപ്പൊ എന്ത് കിട്ടി? ഉപ്പാന്റെ അവകാശം എത്രയെന്ന് ചോദിച്ചാൽ ഉപ്പാന്റെ അവകാശം 1/6 ഉമ്മാന്റെ അവകാശം 1/6. എപ്പോ? ഇൻകാന ലഹു വലതുൻ, മയ്യത്തിന് മകനുണ്ടെങ്കിൽ, ബാപ്പാക്കല്ല, ഒക്കെ പറഞ്ഞ മയ്യത്തിൻ്റെതാണ്. മയ്യത്തിന് മകനല്ല, സന്താനമുണ്ടെങ്കിൽ. മരിച്ച വ്യക്തിക്ക് സന്താനം ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അയാളുടെ ആ മയ്യത്തിന്റെ ബാപ്പാന്റെ അവകാശം 1/6, ഉമ്മാന്റെ അവകാശവും 1/6. എന്നാൽ ഫൈലം യകുല്ലഹു വലതുൻ, ഈ മരിച്ച വ്യക്തിക്കും സന്താനമേതുമില്ലെങ്കിൽ, മരിച്ച വ്യക്തിക്ക് മകനോ മകളോ ഒന്നുമില്ലെന്ന് വെക്കുക. മകനില്ല, ഇപ്പൊ കല്യാണം കഴിച്ച് കുട്ടികളാകുന്നതിന് മുമ്പ്, കല്യാണം ആയതിനു മുമ്പ് ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല. ഇങ്ങനൊക്കെ അവസരത്തിൽ ഒരാൾ മരിക്കാലോ, ആണും പെണ്ണും ഒക്കെ. അങ്ങനെ മരിച്ചാൽ മക്കളൊന്നുമില്ല, ആണായിട്ടും പെണ്ണായിട്ടും ഈ മയ്യത്തിന് മക്കളുടെ കാറ്റഗറിയിൽ ആരുമില്ലെങ്കിൽ വരിസഹു അബവാഹു, അയാളുടെ അനന്തരമെടുക്കുന്നത് മാതാപിതാക്കളുമാണെങ്കിൽ, മക്കളില്ലാത്ത സ്ഥിതിക്ക് ഈ ധനത്തിന് പിന്നെ ആകെയുള്ള അവകാശി ആരാ? ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താവ് പോലും ഉണ്ടാവും, അവരൊഴിവാവില്ല. പക്ഷെ ഈ മകനോ മകളോ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ധനത്തിന്റെ അവകാശികൾ പിന്നെ ആരാണ്? ഈ മയ്യത്തിന്റെ മാതാവും പിതാവുമാണ്. അപ്പോ ഫലി ഉമ്മി സുലുസു, അപ്പോ ഉമ്മാക്ക് 1/3 കിട്ടും. ഒരാൾ മരിക്കുന്നു, അയാൾക്ക് സന്താനങ്ങൾ ഏതുമില്ല, ആ മയ്യത്തിന്റെ വാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ട്, ഉമ്മയും ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ ഉമ്മ 1/6 നിന്ന് 1/3 ഉയരും. ഈ മയ്യത്തിന്റെ ധനത്തിന്റെ 1/3 കിട്ടും. നമ്മളെ നാടവർത്താനം പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലാത്ത ആമക്കൾ മരിക്കുകയാണെങ്കിൽ, അതേ കല്യാണം കഴിച്ചിട്ടും ആമക്കൾക്കായാലും പെമ്മക്കായാലും അവർക്ക് മക്കളൊന്നും ഇല്ലെങ്കിൽ അവരുടെ ധനത്തിന്റെ, അല്ലെ മകളെ സ്വർണത്തിന്റെ, ഭൂമിയുടെ, വീടിന്റെ എന്താണുള്ളത് അതിന്റെ 1/3 ഉമ്മാക്ക് കിട്ടും. ബാക്കിയോ? ബാക്കി ഉപ്പയിലേക്ക് നീങ്ങും. അതിന്റെ ഉപ്പാനെ പറ്റി പ്രത്യേകം പറയാത്തത്, ഉപ്പ അവിടെ അസബയായി മാറുകയാണ്. അസബയായി മാറുക എന്ന് പറഞ്ഞാൽ നിശ്ചിത ഓഹരി കൊടുത്തിട്ട് മിച്ചം വരുന്നത് ഒന്നായിട്ടെടുക്കുന്ന റോളിലേക്ക് വരികയാണ് ഉപ്പ. അപ്പോ ഉമ്മാക്ക് 2 തരം ഓഹരിയുണ്ട്. ഒന്നുകിൽ ഉമ്മ മിച്ചം വരുന്ന ധനം ഒന്നായിട്ടെടുക്കുന്ന ഒരവസ്ഥ വരുമോ? അതില്ല. ആ റോള് ബാപ്പാക്കാള്, ആമക്കാള്. പെമ്മക്കൾ ആമക്കളെ കൂടെയാണെങ്കിൽ അവർക്കും ഉണ്ടാവും, അല്ലാതെ ഒറ്റക്കാവൂല എന്നർത്ഥം. അപ്പോ ഒരാൾ മരണപ്പെട്ടു, ആൾക്ക് സന്താനങ്ങൾ ഏതുമില്ല. അങ്ങനെ വരുമ്പോ ആ ധനത്തിന്റെ അവകാശി മയ്യത്തിന്റെ വാപ്പയാണ്, മയ്യത്തിന്റെ ഉപ്പയാണ്. അവിടെ മയ്യത്തിന് ഉമ്മാന്റെ ഓഹരി 1/6, മയ്യത്തിന് മക്കളില്ലാത്തത് കൊണ്ട് മയ്യത്തിന്റെ ഓഹരി 1/3 ഉമ്മാക്ക് കിട്ടും. ബാക്കിയുള്ള ധനം ഭാര്യ ഭർത്താവോ ഉണ്ടെങ്കിൽ അവർക്ക് പോകണം, അത് പറയേണ്ടയില്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കണില്ല. ബാക്കി വരുന്ന ധനം പിതാവിലേക്ക് നീങ്ങും, പിതാവ് ഒന്നായിട്ടെടുക്കും. അവിടെയും ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ഫലി ഉമ്മിയ സുലൂസ് ഫൈൻകാനലോ ഇഹ്വത്തുൻ. ഇഹ്വത്ത് എന്നാൽ സഹോദരങ്ങൾ എന്നാണ്. സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികം
സഹോദരർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവര് സഹോദരിയാവാം, സഹോദരനാവാം, ഒരു സഹോദരനും ഒരു സഹോദരിയുമാവാം, രണ്ടോ രണ്ടിലധികമോ സഹോദരിമാർ മാത്രമാവാം, രണ്ടോ രണ്ടിലധികമോ സഹോദരന്മാരാവാം. അതിലേക്ക് പോകും മുമ്പുണ്ടാവേണ്ട ഒരു ചിന്ത, ബോധം, മയ്യത്തിന് മക്കളില്ലാതെ വരുമ്പോഴ്, ആൺമക്കളില്ലാതെ വരുമ്പോഴ് ആ ധനത്തിന്റെ അവകാശം നീങ്ങേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ മയ്യത്തിന്റെ ഉപ്പയിലേക്കാണ്. മക്കളുണ്ടാവും, കഴിച്ചു ബാക്കി വരുന്ന ധനം ഉപ്പയിലേക്കാണ്. ഉപ്പയുമില്ലെങ്കിലോ ഒരാൾ മരിക്കുന്നു, അയാളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്, അയാൾക്ക് മക്കൾ ഏതുമില്ല, ആ മക്കൾ ഏതുമില്ല. ആ പെമ്മക്കളൊന്നാണെങ്കിൽ ആരെ പോവും? ഒന്നിലധികം ഉണ്ടെങ്കിൽ 2/3 പങ്കാളികളാവും. അത് പക്ഷെ മകനായിട്ടൊന്നുമില്ല. ഒരാളെ സങ്കല്പിച്ച് നോക്കി, അയാൾ മരിക്കുകയാണ്, അയാൾക്ക് മകൻ എന്ന കാറ്റഗറിയിൽ ആരുമില്ല, ഒന്നുമില്ല, ഒന്നിലധികമില്ല. വാപ്പയില്ല, മയ്യത്തിന്റെ വാപ്പല്ല. അങ്ങനെ വരുമ്പോൾ ഈ ധനം മയ്യത്തിന്റെ സഹോദരങ്ങളിലേക്ക് നീങ്ങുന്നു. എവിടേക്കാ നീങ്ങാം? സഹോദരന്മാരിലേക്കാ നീങ്ങാം. ആ സന്ദർഭത്തിലാണ് ഇവർ കടന്നു വരുന്നത്. ആര്? സഹോദരന്മാർ കടന്നു വരുന്നത്. അപ്പോ മയ്യത്തിന് മകനോ പിതാവോ ഇല്ലാതെ വരുന്ന ഒരു സന്ദർഭത്തിന് പ്രത്യേകം ഒരു പേരുണ്ട്. ഫറായിലിന്റെ നിയമത്തില് പ്രത്യേക കുറെ നിയമങ്ങളുമുണ്ട്. അതെന്താന്ന് പറഞ്ഞാല് നാളെ പറയാനുള്ളതാണ്, ഇന്നേ പറയാണ്. ഈ സഹോദരൻ എന്ന് പറയുന്ന സ്ഥാനത്തിനും സഹോദരി എന്ന് പറയുന്ന സ്ഥാനത്തിനും 3 ടൈപ്പുകൾ ഉണ്ടാവാം. ഈ ആയത്തോടെ നിർത്തിക്കണം, അതിന് ബാക്കി ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ എന്തൊക്കെ കിട്ടി? ആമക്കളുടേത് കിട്ടി, പെമ്മക്കളുടേത് കിട്ടി, പാപ്പാൻ്റെത് കിട്ടി, ഉമ്മാൻ്റെത് പൂർത്തിയായിട്ടില്ല. ഉമ്മാക്ക് 1/6 കിട്ടുന്ന സമയവും പറഞ്ഞു, 1/3 കിട്ടുന്ന ഒരു സന്ദർഭവും പറഞ്ഞു. ബാക്കി പറയാണ്ട് ഉമ്മാന്റെ. അതിലിടയ്ക്ക് ഒരു കാര്യം, എന്താ? ഈ മയ്യത്തിന്റെ സഹോദരന്മാര് എന്ന് പറയുന്നത് 3 തരത്തിൽ സംഭവിക്കാം. ഒരേ ഉമ്മാക്കും ഉപ്പാക്കുമുള്ള സഹോദരന്മാരുണ്ടാവും. ബാപ്പ വേറെ കല്യാണം കഴിച്ചതിലുള്ള മക്കള്. എൻ്റെ ഉപ്പാക്ക് വേറൊരു ഭാര്യയില് മക്കളുണ്ടെങ്കിൽ അത് എൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ചതോടൊപ്പമാവാം, എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷമാവാം, എങ്ങനെയെങ്കിലും ആവട്ടെ, മറ്റൊരു സ്ത്രീ, മറ്റൊരു ഭാര്യയിൽ എൻ്റെ ഉപ്പാക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ എൻ്റെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. എങ്ങനെ? ഉപ്പ വഴിക്കുള്ള സഹോദരന്മാരാണ്. ഉമ്മയും ഉപ്പയും വഴിക്കാണോ? അല്ല, ഉപ്പ വഴിക്കുള്ള. എൻ്റെ ഉമ്മ ആണ് എൻ്റെ ഉപ്പ കല്യാണം കഴിക്കുന്നതിന് മുമ്പോ കല്യാണം കഴിച്ചതിന് ശേഷമോ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് അതിൽ കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ അമ്മാൻ്റെ ആ മക്കൾ എൻ്റെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. എങ്ങനെ? ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരന്മാരാ? അല്ല, ഉമ്മ വഴിക്കുള്ള സഹോദരന്മാരാണ്, സഹോദരികളാണ്. അപ്പൊ സഹോദരന്മാർക്ക് 3 സന്ദർഭങ്ങളുണ്ട്. ഒരേ ഉമ്മാക്കും ഉപ്പാക്കും ഉള്ള സഹോദരങ്ങൾ, സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും പെടും. ഉപ്പ വഴിക്കുള്ള സഹോദരങ്ങൾ, ഉമ്മ വഴിക്കുള്ള സഹോദരങ്ങൾ. അവരുടെ ഓരോരുത്തരുടെയും ധനത്തിന്റെ തീരുമാനങ്ങൾ വ്യത്യസ്ത കാറ്റഗറിയിലാണ് വരിക. ഞാൻ എന്തിനാ ക്ലാസ്സിൽ ഇപ്പോഴേ അത് പറഞ്ഞു വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ധനം അയാളുടെ സഹോദരങ്ങളിലേക്ക് നീങ്ങുന്നത് മയ്യത്തിന് പിതാവോ മയ്യത്തിന് മകനോ ഇല്ലാതിരിക്കുമ്പോഴാണ്. എന്നാൽ മയ്യത്തിന് മക്കളില്ല, സഹോദരങ്ങളുണ്ട് അല്ലെങ്കിൽ സഹോദരികളുണ്ട്. അങ്ങനെ വരുമ്പോ നമ്മളിപ്പോ നേരത്തെ തൊട്ട മുമ്പേ പഠിച്ചത്, മക്കളാരും ഉണ്ടെങ്കിൽ, മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഉപ്പാക്കും മാറിലൊന്ന്, ഉമ്മാക്കും മാറിലൊന്ന്. മക്കളില്ലെങ്കിൽ, ആൺമക്കളില്ലെങ്കിൽ ധനത്തിന്റെ അവകാശി ഉപ്പയും ഉമ്മയുമാണ്. അപ്പോ ഉപ്പ അസബയാണ്, ഉമ്മാക്ക് 1/3. പക്ഷെ ഒരു പോയിന്റ്, ആ മയ്യത്തിന് സഹോദരങ്ങളുണ്ടെങ്കിൽ, രണ്ടോ രണ്ടിലധികമോ സഹോദരന്മാരോ സഹോദരിമാരോ ഉണ്ടെങ്കിൽ ധനം അവരിലേക്ക് കൂടി നീങ്ങേണ്ടി വരും. അപ്പോ ഉമ്മാന്റെ അവകാശം 1/3 നിന്ന് 1/6 മാറും. ഫൈൻകാന ലഹു ഇഹ്വത്തുൻ, ആ മയ്യത്തിനുണ്ടെങ്കിൽ ഇഹ്വത്തുൻ, സഹോദരന്മാരുണ്ടെങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ, സഹോദരങ്ങളുണ്ടെങ്കിൽ, ബഹുവചനം പറഞ്ഞാൽ രണ്ടോ രണ്ടിലധികമോ, ആ മരിച്ചുപോയ മനുഷ്യന് ഒരു പെങ്ങളോ ഒരു ആങ്ങളയോ മാത്രമായാലില്ല, 2 പെങ്ങന്മാരോ 2 ആങ്ങളമാരോ പിന്നെ 2 സഹോദരന്മാരോ അല്ലെങ്കിൽ ഒരാങ്ങളെയും ഒരു പെങ്ങളുമോ ഉണ്ടെങ്കിൽ ഫലി ഉമ്മി സുദുസു, ഉമ്മയുടെ അവകാശം 1/6. അപ്പൊ നമ്മൾ ഉപ്പ ഒറ്റക്കെടുത്തത് പഠിച്ചു നോക്കി. ഉപ്പാക്ക് സാധാരണഗതിയിൽ 1/6. മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ, മയ്യത്തിന് പിന്നെ മക്കളില്ലാതെ വരുന്ന സമയത്ത് ഉപ്പ അസബയുടെ സ്ഥാനത്തേക്ക് ഉയരും. ഉമ്മാക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ചാൽ, മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ ഉമ്മാന്റെ അവകാശം 1/6. എന്നാൽ മയ്യത്തിന് സന്താനങ്ങൾ ഏതുമില്ലെങ്കിൽ ഉമ്മാക്ക് 1/3 കിട്ടും. എന്താ, മയ്യത്തിന് രണ്ടോ രണ്ടിലധികമോ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴും ഉമ്മാക്ക് 1/6 കിട്ടുകയുള്ളൂ. അപ്പൊ ഉമ്മാക്ക് എപ്പോഴാ 1/3 കിട്ടുക? മയ്യത്തിന് മക്കളില്ലാതിരിക്കുകയും ആൺമക്കളില്ലാതിരിക്കുകയും രണ്ടോ രണ്ടിലധികമോ സഹോദരങ്ങളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മാക്ക് 1/3, അല്ലെങ്കിൽ ഉമ്മാക്ക് 1/6. സാവധാനം നോക്കി. വലിയ അബവൈഹി, ആ മയ്യത്തിന്റെ മാതാപിതാക്കൾക്ക്, ലിക്കുല്ലി വാഹിദിൻ മിൻഹുമ, അവരിൽ ഓരോരുത്തർക്കുമുള്ള അവകാശം അസ്സുദുസു, 1/6. മിമ്മാ തറക്ക, ആ മയ്യത്ത് ഉപേക്ഷിച്ചു പോകുന്ന ധനത്തിന്റെ. ഇൻകാന ലഹു വലതുൻ, ആ മയ്യത്തിന് സന്താനങ്ങൾ ഉണ്ടെങ്കിൽ, ഒന്നോ ഒന്നിലധികമോ ആണോ പെണ്ണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മാന്റെ ഇപ്പാന്റെ ഫിക്സഡ് ഓഹരി 1/6. ഫൈലം യകുൽ ലഹു വലതുൻ, ഫൈലം യകുൽ, ഇല്ലെങ്കിൽ ലഹു, ആ മയ്യത്തിന് വലതിന് സന്താനം ഏതുമില്ലെങ്കിൽ, വരിസഹു അബവാഹു, ആ മയ്യത്തിന്റെ അനന്തരാവകാശം എടുക്കുന്നത് മാതാപിതാക്കൾ മാത്രവുമാണെങ്കിൽ, അവിടെ ഒരു വിഷയം പറയേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് പറയാൻ നിങ്ങൾക്ക് തലയിൽ ഉൾക്കൊള്ളൂല, അതുകൊണ്ടാണ് പറഞ്ഞത്. വരിസഹു അബവാഹു, അതിന് മാതാപിതാക്കളാണ് അനന്തരം എടുക്കുന്നതെങ്കിൽ ഫലി ഉമ്മി, ആ സമയത്ത് ഉമ്മാക്കുള്ള ഓഹരി അസുലുസു 1/3. ബാപ്പ അസബയുടെ സ്ഥാനത്തേക്ക് വരും. ഫൈൻകാനലഹു ഇഹ്വത്തുൻ, ഇത്തരമൊരു സന്ദർഭത്തിൽ മയ്യത്തിന് സഹോദരന്മാർ, രണ്ടോ രണ്ടിലധികമോ സഹോദരന്മാരുണ്ടെങ്കിൽ ഫലി ഉമ്മിഹി സുദുസു, ഉമ്മാക്ക് 1/6 കിട്ടുകയുള്ളൂ. അപ്പോ എന്തൊക്കെ പഠിക്കണം? ഉമ്മാക്ക് 1/3 കിട്ടുന്ന 1/6 അടിസ്ഥാനപരമായി. ചിലപ്പോ 1/3 കിട്ടിക്കൂടായികയില്ല. എന്നാൽ ഉമ്മാക്ക് ഒരവകാശവും കൂടി ഉണ്ട്. ഈ ആയത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയുന്ന സുലുസുൽ ബാക്കി എന്നാണ് പറയാം. ബാക്കി വരുന്നതിന്റെ 1/3. അതെന്താന്നല്ലേ, ഉമ്മാന്റെ അനന്തരാവകാശം ഓർമ്മിക്കുമ്പോൾ എങ്ങനെ ഓർമ്മിക്കാം? ഉമ്മാക്ക് 1/6 കിട്ടുന്ന സമയമുണ്ട്, 1/3 കിട്ടുന്ന സന്ദർഭമുണ്ട്, ബാക്കിയുള്ളതിന്റെ 1/3 കിട്ടുന്ന, ഈ ബാക്കിയുള്ളതിന്റെ എന്ന് പറഞ്ഞാൽ ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് കഴിച്ചിട്ട് ബാക്കിയുള്ളതിന്റെ, ഈ പറയുന്ന ആദ്യം പറയുന്ന 1/6 1/3 ഒക്കെ പറഞ്ഞ ടോട്ടൽ ധനത്തിന്റെയാ. ഇവിടെ തുലുസുൽ ബാക്കി, ഭാര്യക്കോ ഭർത്താവിനോ കൊടുക്കേണ്ട ധനം കഴിച്ച് ബാക്കി വരുന്നതിന്റെ 1/3, 3 തരത്തിലാണ് ഉമ്മാക്ക് അവകാശം കിട്ടുക. അപ്പൊ ഒരു പെണ്ണെങ്ങനെ, ഒരു ഉമ്മ എങ്ങനെ ഓർമ്മിക്കാം? മരിച്ച മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ എനിക്ക് 1/6 കിട്ടുള്ളൂ. മരിച്ച മയ്യത്തിന് സഹോദരന്മാരോ സഹോദരികളോ ഉണ്ടെങ്കിലും എനിക്ക് 1/6 കിട്ടുള്ളൂ. മരിച്ച മയ്യത്തിന് സന്താനങ്ങൾ ആരുമില്ല, 2-ലധികം സഹോദരങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 1/3 കിട്ടും. ഇത്രയേ ഉള്ളൂ.
മരിച്ച മയ്യത്തിന് സന്താനങ്ങൾ ഏതുമില്ല, രണ്ടോ രണ്ടിലധികമോ സഹോദരങ്ങളുമില്ല എങ്കിൽ മാത്രം ഉമ്മാക്ക് 1/3 കിട്ടും. സുലുസുൽ ബാക്കി അടുത്ത ആഴ്ച പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ബാക്കി അപ്പൊ ഉമ്മാൻ്റെതും പറഞ്ഞു, ഉപ്പാൻ്റെതും പറഞ്ഞു, മകൻ്റെത് പറഞ്ഞു, മകളത് പറഞ്ഞു. ആയത്ത് അവസാനിപ്പിക്കുകയാണ്. മിൻബഅദി വസിയ്യത്തിൻ, ഇതൊക്കെ ഓഹരി വെക്കേണ്ടത് മിൻബഅദി വസിയ്യത്തിൻ, വസിയ്യത്തുകൾക്ക് ശേഷമാണ്. യൂസി ബിഹ, ആ മയ്യത്ത് പറഞ്ഞു വെച്ച വസിയ്യത്തിന്റെ, അയാൾ മരിക്കുന്ന നേരത്തോ മുമ്പോ എഴുതി വെച്ച വിൽപത്രത്തിലോ വസിയ്യത്തിലോ ഇന്നത്രക്ക ധനം ഇന്ന കാര്യത്തിന് ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അത് വീട്ടണം. കഴിച്ചു ബാക്കിയുള്ളത് അനന്തരാവകാശികൾക്ക് ഓഹരി വെക്കാൻ പാടുള്ളൂ. ഔ ദൈനിൻ, അല്ലെങ്കിൽ അയാൾക്ക് കടബാധ്യതയുണ്ടെങ്കിലും. അപ്പോ ഒരു ആൾ മരണപ്പെട്ടാൽ അയാളുടെ ധനം അനന്തരാവകാശികൾ ആരാണോ അവർ ഓഹരി വെക്കും മുമ്പേ അവർ നോക്കേണ്ടത് ഇയാൾക്ക് വല്ല വസിയ്യത്തുണ്ടോ പറഞ്ഞു വെച്ചത്, എഴുതി വെച്ചത്. എങ്ങനെ ഈ ബാക്കി വരുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നിശ്ചിത ഓഹരി പറയുന്നവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ധനത്തെയാണ് ഈ ബാക്കി വരുന്നത് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ വീണ്ടും പറഞ്ഞുതരാം. ഒരു മകൾ മാത്രമാണ് ഒരു മയ്യത്തിന് മക്കൾ എന്ന കാറ്റഗറിയിലുള്ളത്. മയ്യത്തിന് ഉമ്മ ഉണ്ട്, മയ്യത്തിന് വാപ്പുണ്ട്, മയ്യത്തിന് ഭർത്താവോ ഭാര്യയുണ്ട്. ഇവരൊക്കെ നിശ്ചിത ഓഹരിക്കാരാണ്. മയ്യത്തിന്റെ ഒരു മകളുള്ളെങ്കിൽ പകുതി കൊടുക്കും. മകനോ മകളോ ഉള്ള സ്ഥിതിക്ക്, ഒരു മകളുള്ള സ്ഥിതിക്ക് ബാപ്പാക്ക് 1/6 കിട്ടും, ഉമ്മാക്ക് 1/6 കിട്ടും, ഭാര്യക്ക് 1/8 കിട്ടും, ഭർത്താവിന് 1/4 കിട്ടും. നിങ്ങൾ നോക്കി, നിങ്ങൾ ഒരു 1/6, ഒരു 1/6, ഒരു 1/2, ഒരു 1/8 അല്ലെങ്കിൽ 1/4 കഴിച്ചാൽ പിന്നെ ഒരു 1/4-നോളം 1/8-നോളം തുക ഇവിടെ ബാക്കി വരുന്നില്ലേ സംഖ്യ പൂർത്തിയാവാൻ? അതാണ് ഈ ബാക്കി എന്ന് പറഞ്ഞത്. ശാന്തമായി പറഞ്ഞാൽ നിശ്ചിത ഓഹരിക്കാരായ ആ ഓഹരിക്കാർക്ക് കൊടുത്തിട്ട് ബാക്കി വരുന്നത് എന്നാണ്. അത് പിന്നെ ഉമ്മയുടെ വിഷയത്തിലാണെങ്കിൽ എന്താ വരിക എന്ന് പറഞ്ഞാൽ, അടുത്ത ആഴ്ച ഇപ്പം ഞാൻ ഉണ്ടോ എനിക്കറിയില്ലല്ലോ, അള്ളാൻ്റെ കാര്യം, ജീവന്റെ കാര്യമില്ലേ. ഒരാൾ മരിച്ചു, അയാൾക്ക് മക്കളില്ല, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ആ മയ്യത്തിന്റെ ഭാര്യ ഉണ്ട് നോക്കുക, അല്ലെ ഭർത്താവ് ഉണ്ട് നോക്കുക. മയ്യത്തിന്റെ അവകാശികൾ ആരൊക്കെയാണ് തീരുമാനിച്ചു? മയ്യത്തിന്റെ ബാപ്പ, മയ്യത്തിന്റെ അമ്മ, മയ്യത്തിന്റെ ഭർത്താവ്. ഓക്കെ, ബാപ്പാക്ക് 1/6, പിന്നെ മയ്യത്തിന്റെ ഉമ്മാക്ക് മക്കളില്ലല്ലോ, ആ സ്ഥിതിക്ക് 1/3 കിട്ടണം. അതുപോലെ മയ്യത്തിന്റെ ഭർത്താവിന് 1/4, പിന്നെ മക്കളില്ലാത്ത സ്ഥിതിക്ക് 1/4 കിട്ടണം. പക്ഷെ ഇവിടെ ബാപ്പയും ഉമ്മയും ഭർത്താവോ ഭാര്യയോ ഉണ്ടാകുന്ന സമയത്ത് അവകാശികളായിട്ട് മക്കളാരുമില്ല, മയ്യത്തിന്റെ ബാപ്പ, ഉമ്മ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാകുന്ന അവസരത്തിൽ ആദ്യം നീക്കി വെക്കുന്നത് ഭാര്യയുടേതോ ഭർത്താവിൻ്റെതോ ആണ്. അത് 1/4 1/8 കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞാൽ കൊടുത്തതായി കണക്കാക്കിയാൽ ബാക്കി വരുന്ന ധനമുണ്ടല്ലോ, ആ ധനത്തിന്റെ 1/3 ഉമ്മാക്ക് കിട്ടുക. ആ ഉമ്മാക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ബാപ്പയിലേക്ക് പോകും. നേരെ മറിച്ച് ഒരു മയ്യത്തിന് അവകാശികളായിട്ട് ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, മക്കളാരുമില്ല, മയ്യത്തിന്റെ ഭാര്യ ഭർത്താവോ അതുമില്ല എങ്കിൽ ഉമ്മാക്ക് 1/3 കിട്ടും, ബാക്കി മുഴുവൻ ബാപ്പാക്കും കിട്ടും. ഇതാണ് സുലുസുൽ ബാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആയത്ത് പൂർത്തീകരിക്കാം, സമയമായല്ലോ. അയാളുടെ കടങ്ങളും വീട്ടണം, അയാളുടെ വസിയത്തുകളും നിർവഹിക്കണം. അതിനുശേഷമാണ് ഈ ധനം ഓഹരി വെക്കുക. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഈ മനുഷ്യൻ സാമ്പത്തികമായ ബാധ്യതയിൽ അള്ളാന്റെ ഹക്കടപാടിൽ സക്കാത്ത് കൊടുക്കാൻ കടപ്പെട്ടവനായിരുന്നുവെങ്കിൽ ഈ കടവും വീട്ടപ്പെടേണ്ട കടങ്ങളല്ലേ എന്നത് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ചിലപ്പോൾ കാലം വരെ മനുഷ്യൻ സക്കാത്തിന്റെ ഒരു തുകയും കൊടുത്തില്ലെങ്കിൽ
അത് വീട്ടേണ്ടതാണ് എന്നതാണ് പൊതുവെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെയും മുഫസ്സിറുകളുടെയും യോജിച്ച അഭിപ്രായം. എത്രയാന്ന് കണക്ക് കിട്ടിക്കോളുന്നില്ല, കണക്കനുസരിച്ച് അത് മുഴുവൻ വീട്ടേണ്ടതാണ്. കാരണം അത് നമുക്ക് തടയാൻ നിവൃത്തിയില്ല. അയാൾ കൊടുത്തില്ല എന്നത് അയാളുടെ കുറ്റം, അത് അയാളും പഠിച്ചവനുമാവട്ടെ. പക്ഷേ ഈ അവകാശം കിട്ടേണ്ട ഒരു പറ്റ ആളുകളുണ്ട്, വേറെ സക്കാത്തിന്റെ അവകാശികൾ. അവരുടെ അവകാശം എങ്ങനെ പിന്നാലെ വരുന്ന മക്കൾ ഓഹരി വെച്ചെടുക്കുക? അതുകൊണ്ട് കടം എന്ന് പറഞ്ഞിടത്ത് പടച്ചോനുമായുള്ള കടവും കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് പഠിക്കുന്നത്. പൂർത്തീകരിക്കണില്ല, പറയേണ്ടി വരും ഇനിയും. അപ്പോ മയ്യത്തിന്റെ വസീയത്തുകൾ എത്ര വരെ വസീയത്ത് പറയാം, എത്ര അനുവാദം വരെ വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ ആദ്യം നോക്കേണ്ടത് മയ്യത്തിന്റെ ധനം ഓഹരി വെക്കാൻ തുടങ്ങും മുമ്പ് എത്ര ധനമുണ്ട് നമുക്ക് ഓഹരി വെക്കാൻ എന്ന് തീരുമാനിക്കുമ്പോൾ, പറമ്പായാലും സ്വർണ്ണമായാലും കാശായാലും ഒക്കെ ഭാഗിക്കുമ്പോൾ ഇയാൾ എന്തെങ്കിലും വസീയത്തുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടോ, അത് ആദ്യം നിറവേറ്റണം. പിന്നെ ഇയാളുടെ കടബാധ്യതകളുണ്ടോ, അതും നിറവേറ്റണം. അതിൻ്റെ ശേഷമേ അനന്തരാവകാശം ഭാഗിക്കുക എന്ന ഒരു കർമ്മം തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ്. ആയത്ത് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം നോക്കുക. ആബാഉക്കും അബ്നാഉക്കും, നിങ്ങളെ പിതാക്കളാവട്ടെ മക്കളാവട്ടെ, ലാ തദ്റൂന, നിങ്ങൾക്കറിയില്ല, അയ്യുഹും, അവരിൽ ആരാണ്, അഖറബുലക്കും നഫൻ, നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുക എന്നത്. ഉപകാരം കൊണ്ട് കൂടുതൽ അടുത്തവരാരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ആൺകുട്ടിയേക്ക് അങ്ങനെ കൊടുത്ത്, പെൺകുട്ടിയേക്ക് ഇങ്ങനെ കൊടുത്ത്, ഉമ്മാക്ക് ഇത്രേ കൊടുത്തുള്ളൂ, ഉമ്മാക്ക് ഇങ്ങനെ കിട്ടി എന്നെല്ലാം കൂടി പറഞ്ഞ് ഇതിനെ വിശകലനം ചെയ്യും മുമ്പ് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ ജീവിതത്തിൽ ഈ പറയുന്ന ബന്ധുജനങ്ങളിലും മക്കളിലും ആരെ കൊണ്ടാണ് നിങ്ങൾക്ക് ഉപകാരം കിട്ടുക എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതറിയാവുന്ന ഒരു തമ്പുരാൻ്റേതാണ് ഈ നിർവചനം, ഈ വിഭജനം. അതുകൊണ്ട് അത് അംഗീകരിക്കുക. ഫരീലത്തം മിനല്ല, ഇത് പടച്ചവൻ നിർബന്ധിച്ച ഒരു നിർബന്ധ ഘടകമാണ്. അങ്ങനെ പെൺകുട്ടിക്ക് പകുതി മാത്രം കൊടുത്താൽ പറ്റൂല. പെൺകുട്ടിക്ക് പകുതി മാത്രം കൊടുത്തിട്ട് ഒരു മകള് മാത്രമേ ഉള്ളൂ, കോടീശ്വരനാണ് അയാള്, അയാൾക്ക് മാപ്പിയില്ല അമ്മയില്ല, ആകളുടെ ഒരു മകള് മാത്രമാണ്. ആകളുടെ സ്വത്തിന്റെ പകുതി ഒക്കെ കൊടുത്ത് നീ പകുതി കൊടുക്കാൻ പോവുക, പകുതി മയ്യത്തിന്റെ സഹോദരന്മാർക്ക്, എളാപ്പാക്കും മൂത്താർപ്പൊക്കെ, അയ്യോ അത് സമ്മതിക്കാനേ പറ്റില്ല എന്ന മട്ടിൽ ബഹളം വെക്കും ആളുകൾ. ഇത് ഫരീളത്തൻ മിനല്ലാ, പടച്ചവന്റെ നിയമമാണ്. നല്ലാക്കാൻ അലീമൻ ഹക്കീമ, അള്ളാഹു നന്നായി അറിയുന്നവനാണ്, അഗാധമായി അറിയുന്നവനാണ്. ആ വാക്കുകൾ മനസ്സിൽ കൂറി വെക്കുക. ആബാഉക്കും അബ്നാഉക്കും, മക്കളാവട്ടെ പിതാക്കളാവട്ടെ, ലാ തദ്റൂന, നിങ്ങൾക്കറിഞ്ഞുകൂടാ, അയ്യുഹും അഖ്റബുലക്കും നഫൻ, ഇവരിൽ ആരാണ് നിങ്ങൾക്കേറെ ഉപകരിക്കുക എന്ന്. അതുകൊണ്ട് അതറിയുന്ന തമ്പുരാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെ ആ വിധത്തിൽ നിങ്ങൾ വിഭജിക്കുക. ഇത് ഐച്ഛികമായൊരു നിയമമല്ല, നിങ്ങൾക്ക് ചോയ്സും ഓപ്ഷനുമുള്ളൊരു നിയമമല്ല. ഫരീളത്തൻ മിനല്ലാഹ്. ഇനി സ്വതന്ത്രമായി ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. 4 മിനിറ്റ് അധികമായില്ല, പക്ഷെ പറയാൻ സമയമായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇതിലൊക്കെ തരികടയും കൃത്രിമത്വവും ഒക്കെ കാണിച്ച് ഇതൊന്നും അല്ലാത്ത വിധത്തിൽ നമ്മൾ ഇതൊക്കെ അങ്ങ് ഭാഗിച്ചങ്ങെടുത്ത് നോക്കാം. എന്ത് ഗ്യാരണ്ടിയാണ് ഈ ജീവിതത്തിൽ ആ ധനം നമുക്ക് ഉപകരിക്കുമെന്നതിന്, നമുക്ക് ഈ ധനത്തിന് മറ്റാവശ്യങ്ങൾ വരില്ല എന്നതിന്, ഇതുകൊണ്ട് നമ്മൾ സമ്പന്നരായി തീരുമെന്നതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. നടന്നു നോക്കി നാട്ടിലൊക്കെ ഒളിഞ്ഞ് പാപ്പറായി തീർന്ന പലരുടെയും കഥകൾ, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, നല്ല മനുഷ്യന്മാർക്ക് ഇത്തരം തരുന്നകൾ വരാറുണ്ട്. പക്ഷെ പൊതുവെ പറഞ്ഞാൽ കേൾക്കാം, അനാഥ മക്കളെ ദ്രോഹിച്ച മനുഷ്യനായാണ് അയാൾ അവസാനം ഗതിയില്ലാതെ മക്കളെടുത്തേക്ക് തന്നെ അയാൾ ചെല്ലേണ്ടി വന്നത്. മറ്റേ വകുപ്പിൽ വേറൊരു ഭാര്യയിൽ കുറെ മക്കളുണ്ടായിരുന്നു, ഒരു പൈസ മക്കൾക്ക് കൊടുത്തില്ല. ഈ മരിച്ച വാപ്പാന്റെ ധനം മക്കൾക്ക് ഒരു കാശ് പോലും കൊടുക്കാതെ ഇവർ അടക്കി വെച്ചു. ഇപ്പൊ അവര് സമ്പന്നരായി, ഇവരതാ തെണ്ടുന്നു. ഇതൊക്കെ ജീവിതത്തിന്റെ ചിത്രങ്ങളാണ്. ഇത് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയതുകൊണ്ട് പടച്ചോൽ എഴുതി വെച്ച വിധി മാറൂല. ഞാൻ നമ്മളെ കഥയിൽ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ എഴുതണ്ട, അങ്ങനെ എഴുതിയാൽ 18 വയസ്സ് തികഞ്ഞിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാതെ പോകും, പ്രൊമോഷൻ കിട്ടാതെ പോകും.
എടാ കൂട്ടരെ, ഈ പ്രൊമോഷനും ഈ ജോലിയും ഈ IAS-ഉം ഈ IPS-ഉം ഈ ഗസറ്റഡ് റാങ്കും ഒക്കെ മേലുള്ള നിശ്ചയിച്ച സമയത്ത് അത് കിട്ടുക. അതിന് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരിച്ചിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ പേരാ വിശ്വാസം എന്ന്. അപ്പൊ അതാ പറഞ്ഞിടത്ത് നിൽക്കുക. ആരാണ് ഉപകരിക്കുക എന്ന് നമുക്കറിയില്ല. അള്ളാന്റെ നിർബന്ധമായ കൽപ്പനയാണിത്. എന്ത് വിമർശനങ്ങൾക്കും എന്തുകൊണ്ടിങ്ങനെ എന്ന് ചിന്തിക്കും മുമ്പേ ആദ്യം അള്ളാഹു പറഞ്ഞു വെച്ച ആ കാര്യങ്ങളെ പഠിച്ചതേപരി അംഗീകരിച്ച് മുന്നോട്ട് പോവുക. പറയേണ്ട വാക്ക് സമ്മത. നീ പറഞ്ഞല്ലോ, ഞാൻ അംഗീകരിക്കുന്നു, പാലിക്കുന്നു. ഈ ഒരു ബോധം നമ്മിലും സ്വയം ഉണ്ടാവണം, നമ്മളുമായി ബന്ധപ്പെട്ടവരിലും ഉണ്ടാവണം. അതാണ് ഇഹത്തിലും പരത്തിലും അള്ളാന്റെ കാവൽ നമുക്കുണ്ടാവാനും അവന്റെ തൗഫീക്ക് നമുക്ക് ലഭിക്കാനുമുള്ള മാർഗം. ഉറച്ചു നിൽക്കുക. ഇവിടെയാണ് നമ്മുടെ തഖ്വ പ്രകടമാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രംഗം. അള്ളാഹു തൗഫീക്ക് സുമറാവട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും.